ചെയ്തിട്ടുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സാഹിറിന്റെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ അയാൾ കാഫിർ ആണ് എന്നിടത്താണ് സലഫിൽപ്പെട്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ ആളുകളും. ഇമാം ശാഫിഈ അല്പം വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. സാഹിർ ചെയ്തിട്ടുള്ള കാര്യം കുഫറാണെങ്കിൽ കുഫറിൽ താണതാണെങ്കിൽ അത് കുഫറല്ല എന്നുള്ളൊരു അഭിപ്രായം ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹർ ബാധിച്ചു. കാരണം നബി മനുഷ്യനാണ്. നബി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യാവസ്ഥയാണ്. നബിക്ക് വിശക്കുന്നതുകൊണ്ടാണ്. നബി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യാവസ്ഥയാണ്. ദാഹം മനുഷ്യനുള്ളതാണ്. നബിക്ക് ലൈംഗികമായിട്ടുള്ള ആവേശമുണ്ടെങ്കിൽ അത് മനുഷ്യാവസ്ഥയാണ്. നബി വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നബിക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യാവസ്ഥയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല വിധിച്ചിട്ടുള്ളതാണ്. അതേപോലെ മനുഷ്യനല്ല വിധിച്ചിട്ടുള്ളതാണ് സിഹർ. അള്ളാന്റെ പ്രത്യേകമായ അനുമതിയുണ്ടെങ്കിൽ അത് കൊള്ളും എന്നുള്ളത് അത് റസൂലുള്ളാഹിക്ക് കൊണ്ടു എന്നതല്ല കാണിച്ചു തന്നിട്ടുള്ളതാണ്. കാരണം സിഹർ ആർക്കും ബാധിക്കാം അള്ളാന്റെ പ്രത്യേകമായ ഇതിന് ഉണ്ടെങ്കിൽ. ഇതാണ് എന്റെ കാര്യം. എന്നിട്ട് പറയുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു അൽ ജിബ്തു വസ്സിഹർ വത്താഗൂത്ത് വശൈത്താൻ. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹർ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ഇത് അഹ്ലു കിതാബിൽപ്പെട്ട എസ്പെഷ്യലി ജൂതന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്താണ് അല്ലാഹു സൂറത്തു നിസാഇൽ ഈ ആയത്തിറക്കിയിട്ടുള്ളത്. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജൂതന്മാര് അഹ്ലു കിതാബ് അവരെ നിങ്ങൾ നോക്കൂ. അല്ലാഹു അവർക്ക് നിരന്തരം അമ്പിയാക്കളെ മുർസലീങ്ങളെ നിയോഗിച്ചയച്ചു കൊടുത്തിട്ട് അവർക്ക് അല്ലാഹു വളരെ ബൃഹത്തായ ഗ്രന്ഥം നൽകിയിട്ട് അവസാനം അവരെവിടെയാണ് എത്തിപ്പെടുന്നത്? യുഅ്മിനൂന ബിൽ ജിബ്ത്. അവർ സിഹറിലാണ് അവർക്ക് വിശ്വാസം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനേക്കാൾ അവർ സിഹറും വിശ്വസിച്ചിട്ടാണ് നടക്കണം. അനങ്ങിയ സിഹർ. ഇന്ന് അതേമാതിരി ഒരു മാനസികാവസ്ഥ പലപ്പോഴും ജനങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് വേണം ഭയപ്പെടാൻ. എന്താണ്? എന്ത് അനങ്ങിയ അത് സിഹറാണ് എന്ന് ചോദിക്കുന്നൊരു സ്ഥിതിയിൽ ഇതൊരു ശരിയായ അവസ്ഥ അല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അസ്സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വഫീഹിം അൽ ഹദീസ്. സഹാബത്തിനെ നിങ്ങൾ നോക്കൂ. അവരിലാണ് നമുക്കുള്ള സാൻമാർഗിക ദർശനം, അവരിലാണ് കുടിക്കൊള്ളുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വന്ന ഉടനെ സെഹറാണ്, ഇത് സെഹറാണെന്ന് പരിശോധിച്ചാൽ നടന്നിരുന്നോ? ഇല്ല, ഒരിക്കലും. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചികിത്സകൾ എന്താണോ ആ ചികിത്സ ചെയ്യാന്നുള്ളതാണ് എന്റെ രീതി. രോഗങ്ങളിൽ ചില രോഗങ്ങൾ ചികിത്സിക്കേണ്ടതില്ല, അത് ഓട്ടോ റിക്കവറി അള്ളാഹ് വെച്ചിട്ടുള്ളതാണ്. അതിന് മാത്രമുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിന് അള്ളാഹ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചില രോഗങ്ങളൊന്നും ചികിത്സിക്കേണ്ടതില്ല, അതിന്റെ സമയം കഴിയുമ്പോൾ സ്വാഭാവികമായി പോകും. എന്നാൽ എന്നിട്ടും അത് പോകുന്നില്ല, അതിന്റെ ഒരു സ്വാഭാവികമായ സമയം കഴിഞ്ഞിട്ടും അത് പോകുന്നില്ല എങ്കിൽ ആ രോഗത്തിന് ചികിത്സിക്കാം, ചികിത്സിക്കാതിരിക്കാം. ചികിത്സിക്കുക എന്നുള്ളതിന് അതിന് ചില പ്രോത്സാഹനങ്ങളുണ്ട്, അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. തദാവൂ, നിങ്ങൾ ചികിത്സിക്കുക. അങ്ങനെ അതിന്റെ സ്വാഭാവികമായ ചികിത്സയുമായിട്ട് അള്ളാഹുവിന് ആ രോഗം ശിഫയാക്കി തരാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. ആ ഒരു ജലദോഷം കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ സാധാരണ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന ആളിൽ നിന്ന് ഇങ്ങോട്ടാണ് തല തിരിച്ചെന്ന് നോക്കിയാൽ ആൾക്കാരെ സെഹർ ചെയ്തിട്ടുണ്ട്. ഇത് ജൂതന്മാരുടെ സ്വഭാവം. അവരങ്ങനെയാണ്, പെട്ടെന്ന് സെഹറിലേക്കാക്കും. അതുപോലെ തന്നെ ഈമാൻ ജനങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെടുമ്പോൾ അവരുടെ ഈമാനിന്റെ നില താഴേക്ക് പോയി പോകുമ്പോൾ ആ ആളുകൾ ഇതിലേക്കാണ് തിരിയുക. അങ്ങനെ മുവഹ്ഹിദുകളായ ആളുകളാകാൻ പാടില്ല. എന്നിട്ട് സ്വാഭാവികമായി അതിന്റെ ചികിത്സകളും അള്ളാഹിനോടുള്ള ദുആയും ഒന്നും ചെയ്തിട്ട് ഒരിക്കലും പോകാത്ത ചില കാര്യങ്ങളിൽ അങ്ങനെ അവസാനം ചില സംശയങ്ങൾ വരാം. അപ്പോൾ അതിന് പ്രത്യേകമായി ദുആകള്, റുഖിയകൾ നടത്തി നോക്കാം. അതില്ലെങ്കിലും റുഖിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ഫസ്റ്റ് ഓപ്ഷൻ സിഹർ. അങ്ങനെ രീതി സഹാബത്തില്, അവരുടെ ചരിത്രത്തില്, അവരുടെ ഹദീല് നമുക്ക് കാണാൻ സാധ്യമാണ്. അതേമാതിരി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ, ഒരുത്തരുമായിട്ട് പ്രയാസം ഉണ്ടായ ആദ്യം ഓനൊരു പാഠം, ഓന് ഞാനൊരു സിഹർ വെച്ചു കൊടുക്കേണ്ട, ഒരു പണിയാ കൊടുക്കേണ്ടത്. അത് ജൂതന്റെ പണിയാണ്.
നമുക്ക് ഇങ്ങോട്ടൊരു കഷ്ടം വരുമ്പോഴും നമ്മൾ മറ്റൊരാളെ കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുമ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ സെഹർ എന്ന് പോകുന്നത് ജൂതന്റെ സ്വഭാവമാണ്. ജൂതന്റെ സ്വഭാവമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറിച്ച് സെഹർ നമ്മൾ അങ്ങോട്ട് ചെയ്യാനേ പാടില്ല. ചെയ്താൽ മാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു അവന് ഒരു ഖലാഖുമില്ല. ഇങ്ങോട്ട് വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അതിന്റെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പക്ഷെ എന്നിട്ടും പോകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദീർഘകാലത്ത് റസൂലുള്ളാഹിന്റെ കാര്യം പറയണം. 6 മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കാരോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടക്കല്ല. നബി സ്വാഭാവികമായ രോഗം ആ രോഗം ക്ഷമിക്കുന്ന രൂപത്തിൽ ക്ഷമിക്കുന്നു, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഉയർത്തി കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ ഇവിടെ സെഹറിന് വേണ്ടിയിട്ട് ഷെയർ ബാധിച്ചു എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരാളിൽ വരണം. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു മോലേരി ഇരിക്കണം, ആള് ഒരു ഊതൽ ഊതി കൊടുത്തു, ഒരൊട്ട ഊതി മാറി പൂർണ്ണമായിട്ട് മാറിയാൽ പോകണം. അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 മാസം അത് സെഹറെന്ന് നബി ആലോചിച്ചിട്ടില്ല. അവസാനം നബിക്കത് സെഹറാണ് നബിക്കത് മനസ്സിലാണ്. ചിലർ വന്നിട്ട് ചോദിക്കും അത് സെഹറാണോ മൗലവി, എന്റെ കുട്ടിക്കുണ്ട്, എന്റെ അതുണ്ട്, ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും. ഒരു മൗലവിക്ക് പറയാൻ കഴിയില്ല, സത്യമായിട്ടും കഴിയില്ല. ഒരാളോട് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് ചോദിക്കണ്ട. കാരണം മുഹമ്മദ് നബിക്ക് കഴിയാം. മുഹമ്മദ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിക്ക് വഹിയിറങ്ങുന്ന നബിക്ക് അവസാനം 2 മലക്കിന് അള്ളാഹ് വിട്ടിട്ട് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴാണ് അത് ഇന്നോടത്താണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താണോ അല്ലെങ്കിൽ അത് ചെയ്യാൻ കൂട്ടുനിന്നാണോ നമ്മളോട് പറഞ്ഞു തന്നാലല്ലാതെ, അല്ലെങ്കിൽ വളരെ യാദൃച്ഛികമായി നമ്മളത് കണ്ടെത്തിയിട്ട് അത് നശിപ്പിച്ചാലല്ലാതെ, അത് നശിപ്പിക്കാനല്ലാതെ വേറെ ഭൗതികമായ തരത്തിൽ വേറെ പരിഹാരങ്ങളൊന്നുമില്ല. പിന്നെയുള്ള പരിഹാരം റുഖിയകളാണ്. അത് ഒരു റുഖിയ ദുആന്റെ അദബ് പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. ഒരു തവണ ഒറ്റവട്ടം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ 4 വട്ടം പ്രാർത്ഥിച്ചു, അല്ല ഒരു ശമനം ഉണ്ടായില്ല എന്നാണ് നിരാശപ്പെട്ടു. അതല്ല, റസൂലുള്ളാഹിക്ക് 6 മാസം എടുത്തു. അത് നമ്മൾ മനസ്സിലാക്കുക. ഏതാണെങ്കിലും ശരി, ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹ്റാണ്. യുഅ്മിനൂന ബിൽ ജിബ്ത്. ആ ജൂതന്മാര് വിശ്വസിച്ചിരുന്നത് ജിബ്തിലാണ് എന്ന് പറഞ്ഞാൽ സിഹ്റിന്റെ അങ്ങേറ്റത്തെ ആസാമികളാണ് അവർ. സിഹ്റ അനങ്ങിയ സിഹ്ർ. ഒരാളോട് ചെറിയ ദേഷ്യം ഉണ്ടെങ്കിൽ അപ്പൊ സിഹർ ചെയ്തു. ചില നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥ മുൻകാലങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. അത് ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ താഗൂത്ത്, അവരുടെ വിശ്വാസം താഗൂത്തുകളിലാണ്. താഗൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ എന്നാണ്. ഇവിടെ അതിന് ഷെയ്ത്താൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞിട്ടുള്ളത് ബി അഫ്റാദിൽ മഅന. എന്താ അഫ്റാദുൽ മഅന? ചിലപ്പോ ഒരു വാക്കിന് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒന്നായിരിക്കും. അത് 1-2 ഇനങ്ങൾ, ഒരു ഇനം പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കും.